ബൈബിൾ എടുക്കുക. ബൈബിൾ എടുത്തിട്ട് ഓരോ ജപമാല രഹസ്യവും ഒന്നെങ്കിൽ ഓരോ ജപമാല രഹസ്യവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുത്തൊന്ന് പ്രധാന 2-3 വചനങ്ങൾ വായിക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് അതൊന്ന് ധ്യാനിക്കുക. മാർപ്പാപ്പ പറയുന്നുണ്ട് പറ്റുവാണെങ്കിൽ ദൈവവചനം കൂടെ ധ്യാനിച്ചിട്ട് ഓരോ രഹസ്യങ്ങളും പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കണക്ഷൻ സംഭവിക്കും അവിടെ. അപ്പോൾ ദൈവവചനവുമായിട്ടുള്ള കണക്ഷൻ, ദൈവവചനത്തിലൂടെ ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ആ കൃപയുമായിട്ട് യേശുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അങ്ങനെ നമ്മുടെ ഹൃദയം യേശുവുമായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ് ജപമാല 100% ഫലം പുറപ്പെടുവിക്കുന്നത്. അതിന് പകരം നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു വലിയ തെറ്റല്ല, പക്ഷേ നമുക്ക് നല്ല ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് കണക്ട് ചെയ്യുന്നതിന് പകരം, ധ്യാനിക്കുന്നതിന് പകരം നമ്മൾ ആ സമയത്ത് നമ്മുടെ കുറേ നിയോഗങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം